ദിനവേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റി അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിൽ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. എനിക്ക് ഇങ്ങനൊരു അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ട തങ്കമ്മാമോടും ഉണ്ണിച്ചാനോടും ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ എടുത്ത ആ വാക്യത്തിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ ഒരു സീരിയലായിട്ട് മാത്രമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ടും ഇന്നും എടുത്തിരിക്കുന്ന വേദഭാഗം പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനാകുന്ന യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതിയെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേലോ ഹല്ലേലൂയ യഹോവ ഉദിച്ചിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവാഴ്ത്തുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. സന്ധിമതികളെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം, അവൻ്റെ വായു അവൻ്റെ ആത്മാവും പുറപ്പെടുപ്പിച്ച ദൈവവചനം അതെവിടെയെങ്കിലും വിതറിയാൽ ആ കാര്യങ്ങളെ സാധിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങി വരത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ വായിച്ച വചനത്തിനു വേണ്ടി ഹല്ലേലൂയ ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. കൃപ കൃപ കൃപ. ഹല്ലേലൂയ. ഇതിനു തുല്യമായെന്തോ നീ തന്നിടും പാപി കുതുകമോടിതു ചിന്തിക്കാം. അതിരറ്റുള്ളൊരു മോദം അകമേതെന്നതിനാലെ പതിയാമെന്നുടെ പാതെ വരിക നീ മടിയാതെ തന്നെയാ നിന്നുടെ പേക്കായി ടെന്നുടെ ചോര ബലി ചെയ്ത അതിനെ യോർക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗപിതാവേ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഈ വചനത്തിന് മുന്നിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കേൾക്കുന്ന മക്കളും പറയുന്ന അടിയനും അവിടുത്തെ വക കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവിടുത്തെ ഹിതമായി നീ ഞങ്ങളെ പണിയണമേ. കർത്താവേ, നിൻ്റെ ശക്തി അടിയന നാവോടുകൂടെ ഇരിക്കണമേ. സ്വയമായൊന്നും പറയുവാനിടയാകാതെ ദൈവമേ, നിൻ്റെ ആത്മാവിനാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. ആദ്യയുടെ അവിടുത്തെ സാന്നിധ്യം കൃപയുണ്ടായിരിക്കണം. സകല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസം നാം മെശിയ പ്രവാചകനെ പറ്റി, മെശിയ പുസ്തകത്തെപ്പറ്റിയൊക്കെയും കേട്ടതാണ്. എന്നാൽ ഇതിൽ വരാത്തവർക്ക് വേണ്ടി കമ്പിവാചകത്തിൽ അത് നമുക്കൊന്ന് പറയാം. വേദപുസ്തകത്തിലെ വേദപുസ്തകം എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവചനം 66 അധ്യായങ്ങൾ, 66 പുസ്തകങ്ങളിലും അടങ്ങിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ വിളിച്ചു കാണിക്കുന്ന പഴയ നിയമത്തിലെ സുവിശേഷം എന്ന് പറയുന്ന ഹല്ലേലൂയ മശിഹ പ്രവചനമാകുന്ന ഈ യെശയ്യാ പ്രവചനം, യഹോവ എൻ്റെ രക്ഷയെന്ന് അർത്ഥമുള്ള ഈ പ്രവാചകൻ ഹല്ലേലൂയ 66 അധ്യായത്തിൽ കൂടി 1292 വാക്യങ്ങൾ ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ പ്രവാചകൻ ഹല്ലേലൂയ, അവൻ്റെ ഭാര്യ ഒരു പ്രവാചകിയാണ്, 2 ആൺമക്കളുണ്ട്. ഹല്ലേലൂയ, അവൻ ഇസ്രായേലിലും യഹൂദയിലും ഹല്ലേലൂയ ഭരിച്ചിരുന്ന 10, 11, 12, 13 രാജാക്കന്മാരായിരുന്ന ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് ഹല്ലേലൂയ തുടങ്ങിയ രാജാക്കന്മാരുടെ കാലത്ത് ഹല്ലേലൂയ ഭരണം നടത്തി. ഈ യെശയ്യാ പ്രവാചകൻ്റെ പിതാവും ഹല്ലേലൂയ
അത് 9ാമത്തെ രാജാവായിരുന്നു. അവൻ്റെ സഹോദരനും രാജാവായിരുന്നു. അപ്പോൾ ഒരു രാജകുടുംബത്തിൽ ജനിച്ചതായുള്ള ഈ പ്രവാചകൻ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ ജനനം മുതൽ മരണം വരെ ഹല്ലേലൂയ രേഖപ്പെടുത്തിയതായിട്ട് നമുക്കറിയാം. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. ഹല്ലേലൂയ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ അവൻ ഏത് കുടുംബത്തിൽ? ഇശായിയുടെ കുറ്റിയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ അവൻ്റെ യഹോവയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, അവരുടെ ഭക്ഷണം ഹല്ലേലൂയ തേനും ഹല്ലേലൂയ അത് തൈരുമാണെന്നും ശുശ്രൂഷ ഹല്ലേലൂയ ഒരു ദാസന്റെ സ്വഭാവമാണെന്നും 53ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഹല്ലേലൂയ 11ാം അധ്യായത്തിലൊക്കെയും 1000 ആണ്ട് ഭരണം നടത്തുന്നതും 66ാം അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയെ പറ്റിയും പറയുന്നു. ഈ പ്രവാചകൻ യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായം 4ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ട പ്രവാചകൻ, യേശു ക്രിസ്തുവിനെ കണ്ടതായുള്ള പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആ പ്രവാചകൻ 60ാം അധ്യായത്തിലോട്ട് നാം കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ് ഹല്ലേലൂയ എന്തോ അവിടെ പറയുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ള ആ വേദഭാഗത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസം ലൂക്കോസിന്റെ 15ാം അധ്യായത്തിൽ അപ്പൻ്റെ ഇളയ മകൻ്റെ 3 അവസ്ഥ നാം പഠിച്ചു. ആദ്യത്തെ അവസ്ഥ അവൻ്റെ തീരുമാനം അത് ലഭിക്കുന്നു. എവിടെ വീണോ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് ഹല്ലേലൂയ പഴയ നിയമത്തിലെ ഹല്ലേലൂയ ഒരു പ്രവാചകനെ പറ്റി ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19ാം അധ്യായം 3ാമത്തെ വാക്യം, 5ാമത്തെ വാക്യം, 21ാം അധ്യായം, 17ഉം 18ഉം അധ്യായം. ആരാണെന്ന് നമുക്കറിയാം. ആ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് 17ാം അധ്യായം അതിൻ്റെ 1ാം വാക്യമാണ്. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. ഗിലെയാദ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതൊരു മരുഭൂമിയാണ്. തിശ്ബി എന്ന് പറഞ്ഞാൽ പാറയുടെ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് യാതൊരു അപ്പനാര് അമ്മയാര് എന്ന് പറയുവാൻ ആരുമില്ല. യാക്കോബ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് 5ാം അധ്യായം 17ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യനോട് പറയുകയാണ്. അതിൻ്റെ 3ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. അത് ഇപ്രകാരമാണ് പറയുന്നത്, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു. ഹല്ലേലൂയ 7ാം വാക്യത്തിൽ പറയുന്നു, യഹോവ 2ാം പ്രാവശ്യം അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക. ഹല്ലേലൂയ 21ാം അധ്യായത്തിൽ ഹല്ലേലൂയ 18 വാക്യത്തിൽ അവനോട് പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് ആഹാബിന് എതിരേറ്റിയെന്ന് അവന് വരുന്ന ന്യായവിധിയെ പറ്റി പറയുവാൻ. അങ്ങനെയെങ്കിൽ 3 എഴുന്നേറ്റ് എന്ന് എവിടെയാണ് ഇവൻ വീണത്? വീഴുവാനുള്ള കാരണം എന്താണ്? 19ാം അധ്യായത്തിലോട് വരുമ്പോൾ 18ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും പെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവിടെ ഇസബേലിൻ്റെ പ്രവാചകന്മാരെയും ബാലിൻ്റെ പ്രവാചകന്മാരെയും എല്ലാം ഹല്ലേലൂയ എന്നേക്കുമായി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി അവിടെ കൊണ്ടുവരുന്ന കാണാം. അതിൻ്റെ ഹല്ലേലൂയ മർമ്മങ്ങളൊന്നും ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ അവരെ കൊന്നു കഴിഞ്ഞപ്പോൾ ഈ ഇസബേലിന് അറിവ് കിട്ടി. 19ാം അധ്യായത്തിലോട് വന്നപ്പോൾ പറഞ്ഞു, നാളെ ഒരു ദിവസമുണ്ടെങ്കിൽ ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ പ്രവാചകന്മാരെ കൊന്നതുപോലെ ഹല്ലേലൂയ ഞാൻ നിന്നെ കൊല്ലും, അല്ലേ എൻ്റെ ദേവന്മാരനോട് ചെയ്യട്ടെ. അപ്പോൾ ഹല്ലേലൂയ ഈ പ്രവാചകൻ പേടിച്ച് ഹല്ലേലൂയ ഒരു ചുരച്ചെടിയുടെ തണലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ഹല്ലേലൂയ അവനെ ഉണർത്തുന്നത്. അവൻ പറയുകയാണ്, അയ്യോ കർത്താവേ ദൈവമേ മതി മതി. ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങൾ ചെയ്തതാണ്. നമുക്കും ഇതുപോലെയാണ്. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും താളടിയായിട്ട് ഹല്ലേലൂയ മതി കർത്താവേ എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറയും. ഹല്ലേലൂയ ഈ നമ്മൾ എന്തു പറയുന്നു? നമ്മുടെ വായിൽ നിന്നാണ് കയ്പും മധുരവും പറയുന്നത്. നമ്മൾ പറയുന്നത് തന്നെ സംഭവിക്കും. ഈ ഏലിയ പ്രവാചകന് ഹല്ലേലൂയ
പറഞ്ഞു, എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞു. കർത്താവ് അവനെ എന്തുവാ ചെയ്തത്? നമുക്കറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കും. 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ കഴിഞ്ഞൊരു ദിവസം ഞാൻ പ്രസംഗിച്ചതാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ എടുക്കുമ്പോൾ നീ കാണുകയാണെങ്കിൽ നിനക്ക് തരുമെന്ന് എലീശ പ്രവാചകനോട് പറഞ്ഞ പ്രവചനം നമ്മൾ തരാം. അവിടെ എന്തുവാണ് സംഭവിച്ചത്? ഇവിടെ ഇവ മുന്നേ പറഞ്ഞു, ദൈവമേ മതി, എനിക്ക് മരിച്ചാൽ മതി, എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ പോലെ അവനെ അങ്ങ് എടുത്തു. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഈ നിരാശയുടെ നടുവിൽ നമ്മൾ ഹല്ലേലൂയ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ഏലിയാവിനെ തട്ടി ഉണർത്തിയ പോലെ ദൈവം പറയുന്നു, മകനെ നിന്റെ നിരാശയുടെ നടുവിൽ നീ എഴുന്നേൽക്ക്. ഹല്ലേലൂയ. അപ്പോൾ അവന് ഹല്ലേലൂയ നമുക്കറിയാം, അവനിങ്ങനെ ചൂരച്ചെടിയുടെ തണലിൽ ഹല്ലേലൂയ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അവന് ഹല്ലേലൂയ അവന് അപ്പവും കനലിൽ വെച്ച അപ്പവും വെള്ളവും കൊടുത്തു. അവൻ മതി കർത്താവേ എന്നും പറഞ്ഞ് അവിടെ കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും അവനെ തട്ടി ഉണർത്തുന്നു. അവിടെ പറയുകയാണ്, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? രണ്ടാമത് ചോദിച്ച് തട്ടി ഉണർത്തിയിട്ട് ഹല്ലേലൂയ അവിടെ പറയുകയാണ്, ഹല്ലേലൂയ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇവിടെ നാം കാണുന്നത് ഹല്ലേലൂയ 3 ശബ്ദങ്ങളാണ്, 4 ശബ്ദങ്ങൾ കാണുന്നു. ഈ 19-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ ഒരു അന്ധകാര ശക്തി ഏലിയാവിനെ ഭരിക്കുന്നു. നിന്നെ കൊല്ലും, നിനക്ക് നിരാശ എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ വന്നിട്ടില്ലേ? എൻ്റെ ജീവിതത്തിലും ഹല്ലേലൂയ ഈ രോഗം വന്നപ്പോൾ, ദുഃഖം വന്നപ്പോൾ, ഹല്ലേലൂയ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, കർത്താവേ ഇനിയും ഞാൻ ഈ അനുദിന വേദചിന്ത ഹല്ലേലൂയ ഇങ്ങനെ 750 അത് നിർത്തി. 750 എപ്പിസോഡ് നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ വികാരിയും ഹല്ലേലൂയ എൻ്റെ ബ്രദറിലൂടെ വന്നു. എന്താ നിർത്തിയത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളാണ്, എനിക്ക് മുന്നോട്ട് പോകുവാനൊക്കത്തില്ല. മറ്റുള്ളവരുടെ ചുറ്റും എന്നെ നോക്കി എന്തുകൊണ്ട് എന്നൊക്കെയും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഞങ്ങൾ 3-4 പേരും കൊച്ചമ്മയും കൂടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ തോമസ് മാത്യു അച്ഛനായിരുന്നു അന്ന്. ഹല്ലേലൂയ കൈകോർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എനിക്കൊരു ഹല്ലേലൂയ അന്നേരം ഒരു പാട്ടിൻ്റെ ഈരടി തന്നു. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ കരുതുന്ന കർത്താവ് കൂടെയുണ്ട്, അതുകൊണ്ട് നീ കരയണ്ട, കലങ്ങണ്ട, കരുതുവാൻ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ അന്ന് ഞാൻ പാടി, കരുതുന്ന കർത്താവ് കൂടെയുണ്ട്, കരതല താലെന്നെ കാത്തിടുന്നു, കരയേണ്ട മകനെ, കലങ്ങേണ്ട മകളെ, കരുതുവാൻ കർത്താവ് കൂടെയുണ്ട്, നമ്മുടെ കരുതുന്ന കർത്താവ് കൂടെ. അതിനടുത്ത വരി ഞാൻ ഇപ്രകാരം എഴുതി, അഴിയിലാഴത്തിൽ ആയാലും അലകടലിൽ അകപ്പെട്ടാലും ആഴിയെ നിർമ്മിച്ചോൻ അലകളിൽ നടന്നവൻ ആലംബമായെൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, പ്രേമിച്ചിടേണ്ട, കരുതുന്ന കർത്താവ് കൂടെയുണ്ട്, നമ്മുടെ കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആദ്യത്തെ ശബ്ദം കേട്ടുകൊണ്ട് നിരാശയുടെ നിർച്ചുഴിയിൽ കിടന്ന ഏലിയാവിനോട് ഹല്ലേലൂയ 5 മുതലുള്ള 8 വരെ വാക്യങ്ങളിൽ ഒരു ദൂതൻ വന്ന് അവന് കൃപയുടെ സന്ദേശം കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഗുഹയിൽ നിനക്ക് എന്ത് കാര്യം? നീ എഴുന്നേൽക്കുവാനായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ, അവിടെ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുന്ന ശബ്ദം ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ യഹോവയുടെ ശബ്ദം അവൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ, അവൻ ദൂതൻ നിന്നപ്പോൾ പാറകളെ പൊട്ടിക്കുന്ന ഒരു ശബ്ദം. അവൻ വിചാരിച്ചു യഹോവയെ അവിടെ കാണും. ഇല്ല. ഹല്ലേലൂയ, യഹോവയുടെ ശബ്ദം എന്തുവാണ്?
ലെബാനിയുടെ ദേവദാരുക്കളെ നടക്കുന്നത്, പാറകളെ പൊട്ടിക്കുന്നത്, ഹല്ലേലൂയ മഹിമയോടെ മുഴങ്ങുന്ന ശബ്ദം. അവൻ വിചാരിച്ച് അതിൽ കാണുന്നു ഭൂകമ്പം, ഹല്ലേലൂയ അടിത്തറയിളക്കുന്ന ശബ്ദം. യെശയ്യാപ്രവചനം 24:12 കാണുന്നു, വാസിയെ പേടിയും കുഴിയും നിനക്ക് അകപ്പെട്ടിരിക്കുന്നു. പേടി കേട്ടോടുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ വീഴുന്നവൻ ഹല്ലേലൂയ ആകും. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടിപടെ പൊട്ടുന്നു, കിടുകിടെ കിടുങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്ന ശബ്ദത്തിൽ അവൻ വിചാരിച്ച് അവിടെ കാണും, അവിടെയും കണ്ടില്ല. അത് കഴിഞ്ഞാണ് ഭയങ്കരമായൊരു തീയെ അവൻ വിചാരിച്ച് മോശ കണ്ട പോലെ കാണും, എന്നാൽ ദഹിപ്പിക്കുന്ന സകലത്തെയും ദഹിപ്പിക്കുന്ന ആ തീയുടെ നടുവിലും കണ്ടില്ല. പിന്നാണ് ഒരു മൃദുസ്വരം കേൾക്കുന്നത്. ഹല്ലേലൂയ. ആ മൃദുസ്വരത്തിൽ ഹല്ലേലൂയ അവനോട് പറഞ്ഞു, ഹല്ലേലൂയ നീ ഇവിടെ എന്താണ്? ആ നാലാമതായിട്ട് കാണുന്ന സ്വരം ഹല്ലേലൂയ. അവിടെ ഏതാണ് കാണുന്നത്? 15-21 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യാശയുടെ ശബ്ദം. എന്താണ്? നിനക്കിവിടെ നിൽക്കുവാനല്ല, നിനക്കൊരു ദൂരയാത്ര ചെയ്യുവാനുണ്ട്. എന്താണ് നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുള്ള കാരണം? എന്താണ്? ഹല്ലേലൂയ. ജീവിതത്തിലെ നിരാശയുടെ നെറുച്ചുഴിയിൽ കിടന്ന ഏലിയാവിനോട് പറയുന്നു, ഈ അന്ധകാരത്തിൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, ദൂതൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, ഈ സൃഷ്ടിയുടെ ഹല്ലേലൂയ ശബ്ദങ്ങൾ കേൾക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രത്യാശയുടെ ശബ്ദം. നിനക്കിവിടെ നിൽക്കുവാനല്ല, നീ യാത്ര ചെയ്യണം. യാത്ര ചെയ്തിട്ട് ഹല്ലേലൂയ ഇത് ഒന്നാമത് പറഞ്ഞു, നീ ദൂരയാത്ര ചെയ്യണം. രണ്ടാമതായിട്ട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, ഹസേലിനെ ഹല്ലേലൂയ ആരാമിൻ്റെ രാജാവാക്കണം. ഹല്ലേലൂയ നിംഷിയുടെ മകനായ ഹല്ലേലൂയ യേഹുവിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. സാധാരണക്കാരനായ ഏലിയാ പ്രവാചകൻ, നീ ഇവിടെ കിടന്നുറങ്ങുവാനല്ല, ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടുകൊണ്ട് ഹല്ലേലൂയ നീ മരിക്കുവാനല്ല, നിന്നെപ്പറ്റി ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. തങ്കമാമ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇതിലാരും വലിയവനില്ല, നാം എല്ലാവരും ഒന്നത്രേ. ഹല്ലേലൂയ. പണ്ട് നമ്മൾ പാടുമല്ലോ, യേശുവിൻ്റെ മുൻപിൽ നാം എല്ലാവരും ഒന്നത്രേ. ഹല്ലേലൂയ. വലിയവനോ ചെറിയവനോ ആരുമില്ല, എല്ലാവരും യേശുവിൻ്റെ മുന്നിൽ നാം ഒന്നത്രേ. ഹല്ലേലൂയ. അതിനുശേഷം പറയുകയാണ്, നീ സഫാത്തിൻ്റെ മകനായ ഏലീശായെ നിനക്ക് പകരമായി നീ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പോൾ എഴുന്നേൽക്കുന്ന എന്തിനു വേണ്ടി? നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിന്റെ നാട് ഇവിടല്ല, നിനക്കൊരു നാടുണ്ട്. ആ നാട്ടിലോട്ട് നീ യാത്ര ചെയ്യണം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ വീഴും. ഹല്ലേലൂയ. ഈ സഭയിലും ഹല്ലേലൂയ ഈ ചുറ്റുപാടുമുള്ള ആൾക്കാർ നിന്നെ കല്ലെറിയും. അതിൻ്റെ നടുവിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുമായ യേശുവിനെ നോക്കി യാത്ര ചെയ്യുക. അതുകൊണ്ട് പറയുന്നു, എഴുന്നേറ്റ് നീ പ്രകാശിക്കുക. നീ വീണത് എവിടെയാണ്? നിരാശയുടെ നടുവിൽ നീ വീണിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഭയത്തിൻ്റെ നടുവിൽ നീ വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹല്ലേലൂയ മറ്റുള്ളവരുടെ നിന്ദാപാത്രത്തിന് മുന്നിൽ വീണിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ പകൽക്കാലം ദൈവം നമ്മോട് പറയുന്നു, നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് അവനോട് പറഞ്ഞ വാക്ക് 21-ാമത്തെ 17-18 വാക്യത്തിൽ ഹല്ലേലൂയ അവനോട് പറയുകയാണ്, നീ അവിടെ നിന്ന് പോയിട്ട് ആഹാബിനോട് പറയണം. എന്താണ്? ആഹാബ് ഒരു തെറ്റ് ചെയ്തു. അവൻ എന്താണ്? നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ അത് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അവകാശമാണ്, അത് ഞാൻ തരത്തില്ല. അവൻ വീട്ടിൽ വിഷമിച്ചിരുന്നപ്പോഴാണ് ഭാര്യ നോക്കുമ്പോൾ ഹല്ലേലൂയ മുഖത്ത് യാതൊരു പ്രസാദവുമില്ല. എന്താണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു, ആഹാബിൻ്റെ തോട്ടം ഞാൻ ചോദിച്ചു, അവൻ തന്നില്ല. അവൾ പറഞ്ഞു, നമ്മളിവിടെ രാജാവും രാജ്ഞിയായിട്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ആ തോട്ടം ഞാൻ മേടിച്ചു തരാം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കള്ള ഉപവാസമൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഹല്ലേലൂയ രണ്ടാൾക്കാരെ കൂലിക്ക് വിളിച്ചിട്ട് ഹല്ലേലൂയ നാബോത്തിനെതിരായിട്ട് പറഞ്ഞു, രാജാവിനും ദൈവത്തിനുമെതിരായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കല്ലെറിഞ്ഞ് കൊന്നു. ഹല്ലേലൂയ. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഹല്ലേലൂയ ആഹാബിന് ഈ സഭയിൽ മേടിച്ചു കൊടുത്തു. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഏലിയാ പ്രവാചകൻ ഹല്ലേലൂയ ഇരിക്കുമ്പോൾ അവൻ ഇരിക്കുന്നിടത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറയുന്നു, ദൂതൻ അവനോട് ചെന്ന് പറയുകയാണ്, എഴുന്നേൽക്ക, നീ യാത്ര ചെയ്ത് ആഹാബിന് എതിരേൽപ്പാൻ ചെന്നിട്ട് അവനോട് നീ പറയുക, നിന്റെ സന്തതിക്ക് ഹല്ലേലൂയ നിന്റെ ഭാര്യ കാണിച്ചതിനെ അവനെ കൊന്നതുപോലെ, അവൻ്റെ രക്തം നായ്ക്കൾ നക്കിയതുപോലെ ഈസബേലിൻ്റെ രക്തം നായ്ക്കൾ നത്തും. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ ആഹാബിൻ്റെ മക്കൾ ഹല്ലേലൂയ
ഹല്ലേലൂയ പട്ടണത്തിൽ മരിക്കുമ്പോൾ മതിലിങ്കൽ നായ്ക്കൾ ഹല്ലേലൂയ ചെയ്യും. വയലിൽ മരിക്കുകയാണെങ്കിൽ ആകാശത്തിലെ പക്ഷികൾ അത് ഭക്ഷിക്കും. എന്നിട്ട് ഹല്ലേലൂയ ഇസബേലിൻ്റെ രക്തം ഹല്ലേലൂയ നായ്ക്കൾ തിന്നതായിട്ട്, രക്തം കുടിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ഹല്ലേലൂയ നാം എഴുന്നേൽക്ക. എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? ഹല്ലേലൂയ നമ്മുടെ നിരാശയുടെ നടുവിൽ ഹല്ലേലൂയ നമുക്ക് പ്രത്യാശ തരുന്ന ആ ദൈവം നമ്മോട് പറയുന്നു എഴുന്നേൽക്കുവാൻ. ഹല്ലേലൂയ രണ്ടാമതായിട്ട് ഹല്ലേലൂയ ഒരു കാര്യം കൂടി, ഒരു പ്രവാചകനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരച്ച് കാണിക്കുന്നു. യോനായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. അത് ഇപ്രകാരമാണ്: കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന അവനോട്, നീ ഉറങ്ങുന്നതെന്തേ? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് നീ അവനോട് പ്രാർത്ഥിപ്പാൻ. എന്തിനു വേണ്ടിയാണ് പറയുന്നത്? യോന. ഹല്ലേലൂയ നമുക്കറിയാം യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവ്. ദൈവം അവനോട് പറഞ്ഞു, നീ നിനവയിൽ ചെന്ന് പ്രസംഗിക്കുവാൻ. അവൻ എന്ത് ചെയ്തു? നിനവേ ചെയ്ത് പ്രസംഗിച്ചാൽ പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് അവൻ തർസീസിലോട്ട് കൂലി കൊടുത്ത് കപ്പൽ ചെയ്തു. എന്നാൽ യോന അവനകത്ത് കയറിയപ്പോൾ കാലിൽ ദൈവം വലിയൊരു പെരുങ്കാറ്റ് അവിടെ അടുപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ഒരു പിന്മാറ്റക്കാരനാണെങ്കിൽ ഹല്ലേലൂയ ചില കാറ്റുകൾ, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ ഒരു പെരുങ്കാറ്റ് നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ നോഹയുടെ പെട്ടകത്തിൻ്റെ അവിടെ ഒരു ജീവൻ നിലനിർത്തുവാൻ കാറ്റടിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ കാറ്റടിച്ച് നമുക്ക് വഴി തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:2 നമുക്ക് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരുവാൻ ദൈവം നമുക്ക് കാറ്റടിക്കുന്നു. ഈ കാറ്റുകൾ അടിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? എന്നാൽ ഹല്ലേലൂയ അതിൽ പ്രശ്നമുണ്ടായി. അവരുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ യോനാച്ചാൻ എന്ത് ചെയ്യുന്നു? അടിത്തട്ടിൽ ചരക്കുകളുടെ അടിയിൽ കിടന്നുറങ്ങുന്നു. ഇന്നും ഇതുപോലെയാണ് ഈ ലോകത്തിൽ പല സംഭവങ്ങൾ നടക്കുമ്പോൾ ഹല്ലേലൂയ സുഖ സൗകര്യങ്ങളുടെ അടിയിൽ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നാം ഉറങ്ങുന്നവരാണെങ്കിൽ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, നിന്നോട് പറയുകയാണ്, ഈ കപ്പൽ പ്രമാണിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നീ എഴുന്നേൽക്കുക. നീ എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ അവനെ വിളിച്ച് കൂട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇവനെ വിളിക്കുമ്പോൾ ഇവനോടൊരു 4 ചോദ്യം ചോദിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, നിന്റെ ഈ തൊഴിലെന്തുവാണ്? നീ എവിടെ നിന്ന് വരുന്നു? നീ ഏത് ജാതിക്കാരൻ? നിന്റെ നാട് ഏതാണ്? അപ്പോൾ അവൻ 2 ആൻസർ പറയുന്നു. കടലും, ഞാനൊരു എബ്രായനാണ്, കടലും കരയും സൃഷ്ടിച്ച ദൈവത്തെ ഭജിച്ചു പോന്നു. അപ്പോഴാണ് കപ്പൽ പ്രമാണി അവരിൽ അത്യന്തം ഭയപ്പെട്ടു. അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ഭയങ്കര പേടിയാകുന്നു. എന്നിട്ട് അവർ ചീട്ടിടുന്നു. അവർ ചീട്ട് ഹല്ലേലൂയ യോനായ്ക്ക് വീഴുന്നു. യോന പറഞ്ഞു, എൻ്റെ കുറ്റം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, നിങ്ങൾ എന്നെ എടുത്ത് കടലിലിടുവാൻ. അവൻ കടലിലിട്ടു. ഹല്ലേലൂയ നമുക്കറിയാം. അപ്പോഴാണ് ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ച് ഉണ്ടാക്കി. ഈ അധ്യായത്തിൽ 2 ഇടത്താണ് ദൈവം കൽപ്പിച്ച് അറ്റ് പ്രസൻറ്റിൽ ഉണ്ടായത്. ഒന്ന് ഈ മത്സ്യത്തെ, ഒന്നാണ് ഹല്ലേലൂയ ആവണക്കിനെയും കൽപ്പിച്ച് ഉണ്ടാക്കിയത്. ഹല്ലേലൂയ ഏത് മത്സ്യമാണ്? നമ്മൾ പലപ്പോഴും സ്രാവ് എന്നൊക്കെ പറയും. മത്തായി 12:40 പറയുന്നു, യോനായെ കടലാന വിഴുങ്ങി. കടലാനിയാണ് യോനയെ പ്രിയം. അപ്പോൾ നമ്മൾ ഈ വചനം കേട്ട് ദൈവം പറഞ്ഞതനുസരിക്കാതെ, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി തീരാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നാം പോവുകയാണെങ്കിൽ ദൈവം നമ്മെ ന്യായം വിധിക്കുമെന്ന് ദൈവം വിളിച്ചു പറയുന്നു. ഇവിടെ നമുക്കറിയാം ഹല്ലേലൂയ ഫറവോൻ ഹല്ലേലൂയ 10 ബാധകൾ വന്നു. എന്നെങ്കിലും അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കൂ. തൻ്റെ സ്വന്തം ജനത്തെ മരുഭൂമിയിൽ ആരാധിപ്പാൻ വിടാതെ വന്നപ്പോൾ ഏറ്റവും വലിയ സംഹാരം കടിഞ്ഞൂൽ സംഹാരം. എന്നാൽ കൽമഴ പെയ്തു, തീയെ നായിച്ച പേന് പലതും വന്നു. ഹല്ലേലൂയ അങ്ങനെ വന്ന കൂട്ടത്തിലാണ് ഹല്ലേലൂയ ഒരു ദിവസം
ഫറവോനും കല്ലിലെ വീട്ടുകാരും എല്ലാം കിടന്നുറങ്ങിയപ്പോൾ ദേഹത്തെല്ലാം വലിയൊരു തണുപ്പ് നോക്കിയപ്പോൾ ആ ചൂട് സമയത്ത് നല്ല തണുപ്പ് കണ്ടപ്പോൾ ഇത് ആരടാ എന്ന് ചോദിച്ചപ്പോൾ അവനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദമാണ് ഹല്ലേലൂയ, പറവൂ പറവൂ പറവൂ. എന്താണ് പറഞ്ഞത്? ഈ ചൊറിത്തവളലെല്ലാം ഫറവോൻ്റെ കൊട്ടാരം മുതൽ കുണ്ടറെ കിടക്കുന്ന ദാസൻ്റെ വീട്ടിൽ വരെ ഈ ബാധ ചെന്നു. ഫറവോനും പാരി കടന്നപ്പോൾ തൻ്റെ ദേഹത്ത് മുഴുവൻ ആരായി? ഈ തവളകൾ, ചൊറിത്തവളകൾ. ആ ചൊറിത്തവളകൾ മാത്രമേ അങ്ങനെ കരയത്തുള്ളൂ. അന്ന് തൊട്ടാണ് ആ തവളകൾ ഈ ഫറവോൻ്റെ പേര് വിളിച്ച് കളയുന്നത്. ഫറവൂ പറവൂ. ബാക്കിയെല്ലാം ബേക്കറോം കീക്രിയൊക്കെ പറയും. അതുകൊണ്ട് ഹല്ലേലൂയ, നാം ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടി നമ്മളോട് പറയുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ ദൈവം നമ്മെ ഈ ചരക്കരുടെ അടിത്തട്ടിൽ കിടക്കുന്ന ഹല്ലേലൂയ മനുഷ്യനോട് കപ്പൽ പ്രമാണി പറയുകയാണ്, നീ എഴുന്നേക്ക്, എറേസ്. എന്തിനു വേണ്ടി? നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കാതെ അവനെ കടലിലിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പറയുന്നു. അല്ലെങ്കിൽ അവിടെ വായിക്കുന്നത് ഇപ്പോഴാണ്, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവജനമേ, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ദൈവം അവസരം നൽകും. എവിടെ വെച്ചാണ്? മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച്. ഒരു ഭക്തൻ ഇപ്രകാരം പറയുന്നു, അവൻ പ്രാർത്ഥിക്കുവാൻ കാരണം ഒരെണ്ണമുണ്ട്. പ്രാർത്ഥിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്. കൈകൊട്ടി പാടാനൊരു കാരണമുണ്ട്. എല്ലാത്തിനും ഒരു മൂല കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ഇവരുടെ ജീവിതത്തിൽ അവൻ 3 അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഒന്നാമതായിട്ട് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കടന്നപ്പോൾ അവന് ശ്വാസം മുട്ടൽ, ശ്വാസം എടുക്കാൻ വയ്യ, ഒരേറും കിട്ടുന്നില്ല. അവൻ അയ്യോ എന്ന് അവിടെ വായിക്കുന്നത്, അവൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു, ശ്വാസം മുട്ടൽ. രണ്ടാമതായിട്ട് അവന് 3 പട്ടിണിയാണ്. 3 ദിവസം ഹല്ലേലൂയ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുകയാണ്, ആഹാരമൊന്നുമില്ല, പട്ടിണിയാണ്, ഉപവാസമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്ത ഹല്ലേലൂയ സഹോദര സഹോദരി, നിന്നെ അയ്യം വിളിക്കുന്ന ഒരു സമയം വരും. നിനക്ക് ഹല്ലേലൂയ, നിനക്കൊരു ഹല്ലേലൂയ പട്ടിണി കിടക്കേണ്ട ഒരു അവസരം വരും. അത് തന്നെയുമല്ല, അവൻ്റെ ദേഹം മുഴുവൻ ഇവനെ ആ മത്സ്യം ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ്റെ ജീവിതം മുഴുവൻ, ദേഹം മുഴുവൻ തൊലി പോയി അങ്ങ് ഇരിക്കുകയാണ്. അതിനകത്ത് മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ദ്രാവകം കൊണ്ട് ഇവൻ്റെ ശരീരത്തിൻ്റെ തൊലിയൊക്കെയും അഴുകിപ്പോയി, നീറിപ്പോയി. ഹല്ലേലൂയ. നമ്മൾ കഷ്ടതയിലാവുന്നതിന് മുൻപ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അതുകൊണ്ട് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും ഹല്ലേലൂയ എന്തെന്ന് ചോദിക്കുമെന്നാൽ, എന്നാൽ ഇവൻ കഷ്ടത വരുത്തി വെച്ചതാണ്. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അയ്യം വിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് എന്തുവാണ്? ദൈവമേ, നീ എന്നെ രക്ഷിച്ചാൽ, 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിനക്ക് സ്തോത്രനാദം പാടും, ഞാൻ നിനക്ക് യാഗം കഴിക്കും. ഹല്ലേലൂയ. മറ്റുള്ള മുന്നിൽ ഞാൻ നിന്നെപ്പറ്റി സഹിക്കും. അവനെന്ത് ചെയ്തു? ദൈവം പറഞ്ഞിടത്ത് പോയില്ലെങ്കിൽ അവനെ ദൈവം ഹല്ലേലൂയ ആ വഴിക്ക് കൊണ്ട് ശ്രദ്ധിച്ചിട്ടു. നമുക്കറിയാം, നിനവേലുള്ള 1,20,000 ചിലുവാനും ആൾക്കാർ, കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധ ജനങ്ങൾ, രാജാവും എല്ലാവരും ഒരുമിച്ച് ഹല്ലേലൂയ യോനാ പ്രവാചകൻ പറഞ്ഞപ്പോൾ അവർ 40 ദിവസം ഉപവസിച്ചു. അവർ ഉപവസിച്ചപ്പോൾ അവരെ ആ ന്യായവിധിയിൽ നിന്ന് ദൈവം വിടുവിച്ചു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മോട് പറയുന്നു, എഴുന്നേൽക്ക്. നിരാശയുടെ നീർച്ചുഴിയിൽ ഹല്ലേലൂയ നമ്മുടെ ഒരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് വിളിച്ചു പറയുന്നു, മകനെ, മകളെ, നീ എഴുന്നേൽക്കുവാനായിട്ട് വിളിച്ചു പറയുന്നു. നമ്മൾ എഴുന്നേൽക്കുമോ? നമ്മൾ എവിടാണ് വീണത്? വീണ സ്ഥലത്തു നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. എന്തിനു വേണ്ടി എഴുന്നേൽക്കുവാൻ? യോനയോട് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ പറയുന്നു, നീ പ്രാർത്ഥിക്കുവാനായിട്ട് നീ എഴുന്നേൽക്കുവാൻ. എന്തുവാണ്? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്
പ്രാർത്ഥനയിൽ കൂടിയുള്ള ഒരു ശക്തിയാണ്, ദൈവവചനത്തിൽ കൂടിയുള്ള ശക്തിയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടിയുള്ള ശക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അടിക്കടി ഭാരങ്ങൾ വരുന്നത്. 119 സങ്കീർത്തനം 71 വാക്യത്തിൽ പറയുന്ന പോലെ, ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ എനിക്ക് ഏറ്റവും അനുഗ്രഹമാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശക്തി തന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ബലം നൽകി. അന്ന് ഞാൻ എഴുതിയൊരു പാട്ടാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ എൻ പ്രാർത്ഥന കേൾക്കണമേ, യാചനയ്ക്കുത്തരം നൽകുന്ന ദൈവമേ യാചനയ്ക്കുത്തരം നൽകിടേണി. അന്ന് ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, വിടുതൽ ലഭിച്ചിടും നിശ്ചയമായി. വിനയത്തോടെ നാം പ്രാർത്ഥിച്ചാൽ വിഷയത്തിനുത്തരം ലഭിച്ചിടുമേ. വിനയത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയത്തിന് ഉത്തരം ലഭിക്കും. ഹന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പരീക്ഷനും ചുങ്കക്കാരനും ഹല്ലേലൂയ, ചുങ്കക്കാരൻ വിനയത്തോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശലോമോൻ ആലയം വെച്ച് കഴിഞ്ഞിട്ട് 2 ദിനവൃത്താന്ത 7:14 പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ട ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, നമ്മുടെ പിന്മാറ്റത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ദൂത് നമ്മളോട് അരുളി ചെയ്തപ്പോൾ, നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ദൈവം നമ്മെ നടത്തിയിട്ടില്ലേ? നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതമായി ദൈവം നടത്തി. ഹല്ലേലൂയ. വില്യം ബൂത്തിൻ്റെ മനോഹരമായൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ പിന്നിലെ അനുഭവം ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ശുശ്രൂഷയ്ക്ക് തനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ അത് ദൈവസന്നിധിയിൽ താൻ മുറിയടച്ച് നിന്ന് പ്രാർത്ഥിക്കും. മുറിയടച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, കടൽ തീരങ്ങളിലൊക്കെയും പോയി നിന്നുകൊണ്ട് അതിൻ്റെ പ്രവാഹം കണ്ടുകൊണ്ട് ഹല്ലേലൂയ അവൻ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ പ്രവാഹം പോലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ തന്ന് എനിക്ക് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ശക്തി തരണമേ എന്നവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പാടി, ആത്മാവിൽ പാടിയ ആ ഒരു പാട്ടാണ്, കൃപാ കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നേ, മടങ്ങുകയിൽ നിന്നിവിടെ ഞാൻ. പ്രവാഹമന്മേൽ നിൻ പ്രവാഹമന്മേൽ നിൻ പ്രവാഹമന്മേൽ ഒഴുക്കാതിരുന്നാൽ അവൻ കടന്നീരത്ത് മുട്ടുമടക്കിക്കൊണ്ട് ഈ പ്രവാഹം വരുന്നത് പോലെ ഇതുപോലെ ഹല്ലേലൂയ ഈ ദിവ്യ സ്നേഹക്കടലേ, ഈ ക്രിസ്തേശു നൽകും കരുണാപൂരമേ സൗജന്യമായി ലോകത്തിന് കൊടുപ്പാൻ ഈ രക്ഷ എൻ്റെ മേൽ, ഹല്ലേലൂയ, ഈ പ്രവാഹം എൻ്റെ മേൽ, പ്രവാഹം എൻ്റെ മേൽ വരണമെന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ അനേകരകളെ നമുക്കറിയാം. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ അവൻ ആപ്തവാക്യമാണല്ലോ വില്യം ബൂത്ത്. ഹല്ലേലൂയ. സോപ്പ് സാൽവേഷൻ. ഹല്ലേലൂയ. അനേക ആൾക്കാരെ രക്ഷയുടെ ബാധ്യത കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ഈ മനുഷ്യരെ സാധിച്ചുവെങ്കിൽ സാധാരണക്കാരനായ ഏലിയാവിന് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നിരാശയുടെ നടുവിൽ എഴുന്നേൽക്കുവാൻ ആഹ്വാനം ചെയ്തപ്പോൾ അവൻ അനുസരിച്ചു. അനുഗ്രഹം. ഹല്ലേലൂയ. യോനയോട് പറഞ്ഞു, ഹല്ലേലൂയ, അവൻ്റെ പിന്മാറ്റത്തിൻ്റെ നടുവിൽ അവൻ ചരക്കുകളുടെ മധ്യത്തിൽ, സുഖലോലുപതയുടെ മധ്യത്തിൽ അവൻ കടന്നപ്പോൾ ഹല്ലേലൂയ അവനോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് അവൻ വരും. അവർ രണ്ടുപേരും പ്രകാശമുള്ളവരായിത്തീർന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കാം. അപ്പൻ്റെ ഇളയ മകൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഏലിയാവ് എഴുന്നേറ്റു. യോന എഴുന്നേറ്റതുപോലെ നമുക്കും എഴുന്നേറ്റ് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ, കൂരിട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ നീതിயின் സൂര്യനായ ദൈവത്തിൽ നിന്നുള്ള പ്രകാശം ലഭിച്ചുകൊണ്ട് എഴുന്നേറ്റ് ദിവ്യ ജ്യോതിസുകളായി പ്രകാശിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുസരിച്ചനുഗ്രഹം പ്രാപിച്ചിടാം.
ചിന്തകൾ അനുഗ്രഹമാരി